പൊള്ളു. ബക്കറ്റും വെള്ളം അവിടെ തീ അങ്ങോട്ട് പാറുകയാണെന്നുണ്ടെങ്കിൽ ഒഴിക്കണം കേട്ടോ. തണുക്കുക ചിന്നപ്പിന്നെ തണുക്കുകയാണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഒന്ന് തീ കൂട്ടി കൊടുത്തു കഴിഞ്ഞാലേ കുട്ടീൻ്റെ തണുപ്പട മാറിക്കോളും. ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ. പകരം നമ്മളിന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇന്ന് പിന്നെ ആങ്ങളേൻ്റെ കൂടലാണ് കേട്ടോ, കുടിരിക്കലെന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് നമ്മളെ ചിന്നപ്പനുണ്ട് കേട്ടോ. ഇപ്പം പിന്നെ അമ്മൂസ് എന്നില്ല, അമ്മൂന് ഇന്ന് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളൊരു പരിപാടിക്ക് പോകുകയാണെങ്കിൽ ഗൈസ്, അപ്പം അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പരിപാടി നടക്കുന്ന വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വല്യമ്മേൻ്റെ മകന് അഭിലാഷേട്ടൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. ചെളിവിലൊരു വീഡിയോ എടുക്കട്ടെ. വല്യമ്മ, അമ്മാവൻ, അമ്മ, വീടിൻ്റെ മുതലാളി. ഹായ് മുതലാളി. ഇതാണ് വല്യമ്മ കേട്ടോ. ഒരു ഹായ് പറഞ്ഞാണി. നന്ദുവേ, നമ്മളെ പുതിയ വീട് ഇപ്പോൾ കുറേ ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പോയതിന് ശേഷം ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാൻ കേട്ടോ. നാളെ വാഷ് ബേസിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വാഷ് ബേസിൻ്റെ ഏരിയ ഒക്കെ നല്ല അടിപൊളി. പിന്നെ ഇവിടെ സ്റ്റെയർ വന്നിട്ടുള്ളത് പോളിഷ് ചെയ്തിട്ടില്ല കേട്ടോ. ചെറിയ ചില വർക്കുകളും കൂടി ബാക്കിയുള്ളൂ. എന്താ മരമാണ്. പിന്നെ വന്നിട്ട് ഇവിടെ റൂമുണ്ട്. അപ്പോൾ ഇതൊരു സുഖിച്ചിട്ടോ. ക്യാമറ കാണുമ്പോൾ മുങ്ങുകയാണ്. മക്കളൊക്കെ ക്ഷീണിച്ച് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും ക്ഷീണം മാറ്റുകയാണ്. അപ്പോൾ ഇതൊരു ബെഡ്റൂം, ഇവിടെ ഒരു ടോയ്ലറ്റ്, ഇത് എടത്തിമ്മ. പിന്നെ അങ്ങനെ വന്നിട്ട് ഇത് രണ്ടാമത്തെ റൂമാണ്. പിന്നെ കുടിരിക്കലിനൊക്കെ വരുമ്പോൾ ഓരോരുത്തർ തന്ന ഗിഫ്റ്റുകളൊക്കെ അതൊക്കെ ഇവിടെ ഇരിക്കണം. ഒരു അലമാര ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിന് ഡോറ് വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ വന്നിട്ട് കിച്ചണിലൊക്കെ ആൾക്കാരാണ്. പാറുവേ ഹായ്. ഹലോ. അപ്പോൾ അതാ ഞങ്ങൾ പുതിയ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ്റെ വീടാണ്. ഏട്ടൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്യമ്മേൻ്റെ മകൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗാണ്. അപ്പോൾ പുറത്തൊക്കെ നല്ല രീതിയിൽ ആൾക്കാരുണ്ട്. പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ പോയിട്ട് ക്യാമറ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മടിയുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ ചെളിവിൽ ആരും കാണാതെ ഇങ്ങനെ ക്യാമറയ്ക്ക് ഫേസ് ചെയ്യാൻ കുറേ മടിയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഹലോ ഗൈസ്, അപ്പോൾ ഇതാക്കണം കേട്ടോ. ഏട്ടൻ്റെ മോളാണ്. ആള് ഐസൊക്കെ തിന്നിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തണുപ്പാണെന്നാ പറയുന്നത്. അപ്പോൾ ഗൈസ് ഇന്ന് എന്താ ഇവിടെ പരിപാടി പറഞ്ഞെടുത്താ? നെയ്ച്ചോറുണ്ട്, പിന്നെ ബിരിയാണി ഉണ്ട്, പിന്നെ ചോറുണ്ട്, പിന്നെ ബിരിയാണി എല്ലാം നോക്ക്. അപ്പോൾ എന്താണ് ഏട്ടൻ്റെ മോള് കേട്ടോ. എന്താ പേര് പറഞ്ഞെടുക്ക്? വായന്ന് വരുത് അതിഥി. അതിഥീനെ ഞങ്ങൾ പാറൂന്ന് വിളിക്കട്ടോ. പാറുണ്ണി. ഞാൻ പാറുണ്ണി എന്നാണ് വിളിക്കുക. അപ്പോൾ എന്നാ പോയി കളിച്ചോ. നമ്മളെ പിടിച്ചിരുത്തിയതാണ് ഞാൻ ഇവിടെ. എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് പറഞ്ഞിട്ട്. ഫ്രണ്ട്സൊക്കെ വന്ന് പോയോ? സ്കൂളിലെ ടീച്ചറൊക്കെ വന്നോ? ടീച്ചറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ടീച്ചർ വന്നതായിരുന്നു. നമ്മളെ വേറെ റൂമിലേക്ക് പോയേക്കാം. കൊല്ലായിക്കാ പോണേ? എങ്ങോട്ട്?
ഇതുണ്ടോ ഒരാൾ കൂട്ടർ എന്താ പറയുക ചോറൊക്കെ ഉണ്ടതിന് ശേഷം ഫോണിൽ ചിലവഴിക്കുക കേട്ടോ. അനിയൻ ഹായ്, അനിയൻ അമ്മ ഇയാൾ പറയല്ലേ ഒക്കെ മുതലാളി ഞാനാട്ടാ, സ്വന്തം മുതലാളി. അങ്ങനെ പരിപാടിയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഗിഫ്റ്റ് പൊട്ടിക്കൽ ചടങ്ങാണ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും നിർബന്ധം ഇന്ന് പോകണ്ട, നാളെ പോയാൽ മതിയെന്ന്. കുട്ടികൾക്കാണെങ്കിൽ സ്കൂളുണ്ടായിരുന്നു പിറ്റേ ദിവസം. അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ എത്ര ദൂരം വന്നതല്ലായിരുന്നു. നമ്മളെ ഈ പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത് ഒതുക്കുങ്ങെന്നാണ് കേട്ടോ. ഒതുക്കുങ്ങലാണ് പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇന്ന് താമസിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാനും തന്നെ ഒന്നവിടെ നിന്നിട്ടോ. എന്നാൽ അവിടെ കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ദിവസം നിന്നിട്ട് പിന്നെ പിറ്റത്തെ ദിവസം രാവിലെയാണ് ഞാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഗിഫ്റ്റ് പൊട്ടിക്കണ തിരക്കാണ് കേട്ടോ. കുട്ടികളെല്ലാവരും ഓരോ പാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. സമ്മാനപ്പൊതികളായിട്ട് എല്ലാവരും വന്നിട്ടുണ്ടാവും. പിന്നെ അതെല്ലാവരും പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്നുള്ള ആ ഒരു ആകാംക്ഷ കുട്ടികളെ മുഖത്തൊക്കെ വല്ലാതെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് എല്ലാവരും പൊട്ടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഉപകാരമുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഫാനുകളുണ്ടായിരുന്നു. ഇത് മണ്ണിന്റെ അല്ല, അത് കുലിക്കണ്ട. അതിന് എന്തോ ഡിന്നർ സെറ്റ് ആണ് കേട്ടാ. അത് കുലിക്കിയപ്പോ ബിരിയാണി അത് സൂപ്പറായി അല്ലേ. വലിയ ഷോറൂം ഉണ്ടാക്കുന്നു. നല്ല ഡോറൊക്കെ എവിടെ കേൾക്കുന്നു. അപ്പോൾ വല്യമ്മയ്ക്ക് ഭയങ്കര പേടി കേട്ടോ. കണ്ടമാനം പാത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതെല്ലതും കൂടി എവിടെ വെക്കുക എന്നുള്ള ശങ്കയാണ്. അങ്ങനെ തക്കണ വൈകുന്നേരമായി നമ്മളെ പാർട്ടി നാമം ചെല്ലണ കാഴ്ചയാണ് കേട്ടോ അത്. അപ്പോൾ ഇതാട്ടോ എല്ലാവരും കൂടി അവിടെ വട്ടമേശ സമ്മേളനത്തിലാണ്. എന്താ വെച്ചാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞതാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓരോ ചർച്ചയിലാണ് കേട്ടോ. അപ്പോൾ വല്യമ്മയും വലിയ ചെയ്താക്കണോ ഇവിടെ ഇരിക്കുന്നുണ്ട്. വലിയ ഫുഡ് കഴിക്കട്ടെ, നേരത്തെ കഴിക്കുകയെ. പിന്നെ 2 ഏട്ടന്മാരും ഇരിക്കുന്നുണ്ട്. ഇത് എടുത്തിയമ്മയാണ് കേട്ടോ അവിടെ നിൽക്കണ പച്ചമാക്സി. പഠിക്കുവാണോ അമ്മേ? ഇത് എന്താ മക്കള്? അപ്പോൾ ചിന്നുട്ടിൻ്റെ ഹാപ്പി മൂഡാണ് കേട്ടോ ഈ കാണുന്ന കാഴ്ചകളൊക്കെ. അപ്പോൾ അതാ ഇന്നത്തെ കുടിരിക്കൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.